നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് നേടാൻ ഒരുപാടുണ്ട്. അങ്ങനെയാണ് മുസ്ലിം ലീഗ് കാലങ്ങളായി ഈ നാട്ടിൽ പ്രവർത്തിച്ചു പോരുന്നത്. പിറന്ന 1-ാം തീയതി മുതൽ ചിഹ്നം മാറ്റാതെ, ഉന്നം മഴക്കാതെ, ഉന്നം പിഴക്കാതെ, പറയേണ്ടവരോടൊക്കെ പറയേണ്ട കോലത്തിൽ പറയിപ്പിക്കാതെ പറഞ്ഞു, ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കാതെ ചോദിച്ചും മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ത്യൻ യൂണിയൻ പിറവിക്ക് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാ ജനകീയ സഭകളിലും ഉണ്ടായിട്ടുണ്ട്. അന്നും നമ്മുടെ ചിഹ്നം ഒന്നാണ്, ഇന്നും അതേ ചിഹ്നമാണ്. നമ്മുടെ നയനിലപാടുകളിൽ വെള്ളം ചേർക്കാതെ ന്യൂനപക്ഷങ്ങളായ ഈ ആളുകളെ ഒന്നിച്ചു നിർത്തി മറ്റു സമുദായാംഗങ്ങൾക്കൊരു ഭീഷണിയില്ലാതെ നമ്മൾ മനോഹരമായി നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ സംശയിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ വൻകിട രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത്, ഞങ്ങൾ എല്ലാവർക്കും മതിയായവരാണ്, പിന്നെ എന്തിന് ന്യൂനപക്ഷം പ്രത്യേകമായി സംഘടിക്കണം? അങ്ങനെ ചോദിച്ചിരുന്നവർക്കൊക്കെ ഇപ്പൊ ന്യൂനപക്ഷ പാർട്ടികൾ ആ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അകത്ത് ന്യൂനപക്ഷ സെല്ലുണ്ട്. CPIM കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി എല്ലാവർക്കും മതിയായവരാണ്, പിന്നെന്തിന് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രത്യേക കൂട്ടായ്മ എന്ന് ശഠിച്ച അവർക്കും ഒരു ന്യൂനപക്ഷ സെല്ലുണ്ട്. പശ്ചിമ ബംഗാളിലെ മുഹമ്മദ് സലീം സഖാവാണ് അതിന്റെ അമീർ. നമ്മളറിയണം, BJPക്ക് പോലും ന്യൂനപക്ഷ മോർച്ച മുക്താർ അബ്ബാസ് നഖ്വിയാണ് അതിന്റെ ഇമാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ന്യൂനപക്ഷങ്ങൾ പ്രത്യേകമായി സംഘടിച്ചാൽ അത് അപകടത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവരൊക്കെ ന്യൂനപക്ഷങ്ങൾക്കായി പ്രത്യേകം സംഘടനകൾ ഉണ്ടാക്കി. അവരുടെ പാർട്ടി തന്നെ മതിയായവരാണെങ്കിൽ പിന്നെ അതിനകത്ത് എന്തിനാണ് ഒരു ന്യൂനപക്ഷ സെൽ? ഈ പ്രസവ വാർഡ് എന്ന് എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതുന്നതിന്റെ കൗതുകം എന്താണ്? അതിൽ നിന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? ആദിവാസി ഗോത്ര മഹാസഭ ആദിവാസികളുടെ ഉന്നമനത്തിനാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ച ജാർഖണ്ഡുകാരുടെ മുക്തിയാണ് അവരുടെ മുറാദ്. ദ്രാവിഡ മുന്നേറ്റ കഴകം ദ്രാവിഡന്മാരുടെ മുന്നോക്കമാണ് അവരുടെ ലക്ഷ്യം. ഓരോരുത്തരും അവനവന്റെ സമുദായത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ ഈ നാട്ടിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് NSS ഉണ്ടായത്, നായർ സർവീസ് സൊസൈറ്റി. അങ്ങനെയാണ് SNDP ഉണ്ടായത്, ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. ശ്രീനാരായണീയർ ഒന്നിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആദിവാസി ഗോത്ര മഹാസഭ, ആസാം ഗണസാംഗ്രാം പരിഷത്ത്. അങ്ങനെ ഓരോ നാടുകളിലും ഓരോരുത്തരുടെ കാര്യം പറയുന്ന കൂട്ടത്തിൽ മുസ്ലിം ലീഗും ഈ രാജ്യത്തിലെ ന്യൂനപക്ഷത്തിന്റെ കാര്യം പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നതിൽ എന്താണ് തെറ്റ്? ആ പറഞ്ഞതൊന്നും തെറ്റല്ലെങ്കിൽ ഇതും തെറ്റല്ല. നമ്മുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ഇപ്പൊ ചില ആളുകൾ പറയുന്നു, പേര് കണ്ടാൽ അറിയാം ഇവരേതാ കോലം. നിങ്ങൾ അറിയണം, മുസ്ലിം സമുദായത്തിൽ മുഴുവൻ ആളുകളുടെയും പിന്തുണ കണ്ടല്ല നമ്മൾ ഈ രാജ്യത്ത് കൂടുതലായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ധാരാളം ആളുകൾ മുസ്ലിം ലീഗിനെതിരുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഈ പച്ച പതാകയോടുള്ള എതിർപ്പ് കൊണ്ട് പച്ച ഇല കറിവെച്ചത് വരെ കൂട്ടാത്തവർ സമുദായത്തിനകത്തുണ്ട്. അപ്പോഴാണ് ഈ മുസ്ലിം ലീഗിനെ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന മട്ടിൽ നമ്മുടെ നേതാക്കളെ വാനോളം ഉയർത്തി, ഈ കൊടി ആകാശത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ പേരിൽ, ഇതേ ചിഹ്നത്തിൽ നമ്മൾ മത്സരിച്ചപ്പോ നമ്മെ വേറെ കണ്ണുകൊണ്ട് കണ്ടില്ല. നമ്മൾ പെരുമാറ്റം നന്നാക്കി. പേരുമാറ്റമല്ല, പെരുമാറ്റം. ഗുരുവായൂരിൽ PKK ബാവ മത്സരിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞൊരു സഹോദര സമുദായാംഗം നേർച്ച നേർന്നതായിരുന്നു. ഇന്നൊരാൾ പറയുന്നു, കണ്ടില്ലേ കാസർകോട്ട് ജയിച്ച ആളുകൾ, മലപ്പുറത്ത് ജയിച്ച ആളുകൾ, അവരെ പേരൊന്ന് നോക്കണം. ആരെ കുറിച്ചായി പറയുന്നത്?
മലപ്പുറത്തെ ഇന്ന് സ്മിജി ഇവിടെ പ്രസംഗിക്കേണ്ടയാളാണ്. കിലയുടെ പരിപാടി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. അങ്ങനെയല്ലേ? അതെ. AP ഉണ്ണികൃഷ്ണൻ എന്ന ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന നമ്മുടെ പ്രാസംഗികൻ, അദ്ദേഹത്തിന്റെ പുത്രിയെ പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾ 2 വട്ടം ആലോചിക്കാതെയാണ് ഒരു ജനറൽ പോസ്റ്റിൽ SC സംവരണമല്ല അവിടെ അവരെ നിയോഗിക്കുന്നത്.